ഹാംസ്ട്രിങ് സ്ട്രെയിൻ. നമ്മുടെ തൊടയുടെ ബാക്കിൽ വരുന്ന ഹാംസ്ട്രിങ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് സെമി മെംബ്രേനോസസ്, സെമി ടെൻഡിനോസസ്, ബൈസെപ്സ് ഫെമോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള മസിൽസിൽ ഭയങ്കരമായിട്ടൊരു സ്ട്രെയിനോ കാര്യങ്ങളോ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പെയിൻ, തൊടയുടെ ബാക്കിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് പേഷ്യൻ്റ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഓവർലോഡ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ളൊരു പിടുത്തോ പെയിനോ ആയിരിക്കും പേഷ്യൻ്റ് മെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഓവർലോഡ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വയലൻ്റ് ആയിട്ടുള്ളൊരു മസിൽ കൺട്രാക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് അത് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ നീ ബക്കിൾ ചെയ്ത് പോകാനും വീണു പോകാനും അല്ലെങ്കിൽ എന്താണ് ആക്ടിവിറ്റി ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നതും. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ഇഞ്ചുറി പറ്റിയതിന് ശേഷം തന്നെ അവർക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള സ്വെല്ലിങ്ങും പെയിനും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഹൈ ഗ്രേഡ് ടയർ, അല്ലെങ്കിൽ അത് ഇനീഷ്യലി ഒരു സ്ട്രെയിൻ ആയിട്ട് വന്നിട്ട് അത് പിന്നെ ഒരു ടയറിലേക്ക് പോകുമ്പോൾ അതൊരു ബ്രൂസിങ്ങും സ്വെല്ലിങ്ങും കാര്യങ്ങളിലേക്കും അത് പോകും. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ നമുക്ക് എപ്പോഴും പെയിൻ കില്ലേഴ്സും റെസ്റ്റ് എടുക്കുക, ഐസ് പാക്സ് വെക്കുക എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് റിട്ടേൺ ടു സ്പോർട്സ് അങ്ങനത്തെ ഉള്ള എക്സസൈസും റിഹാബും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ നമുക്ക് നോക്കാം. ഹാംസ്ട്രിങ് സ്ട്രെയിൻ വന്ന ഒരു പേഷ്യൻറ്റിന് എപ്പോൾ മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എക്സസൈസ് പ്രോട്ടോക്കോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതും റിക്കവറി ഫേസ് എന്ന് പറയുന്നത് ഹാംസ്ട്രിങ് സ്ട്രെയിനിന് ഇസ് ലൈക്ക് 1 to 6 weeks വരെ ഓരോരുത്തർക്കും അത് പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേറ്റും ഇരിക്കും. അതിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫസ്റ്റ് സിമ്പിൾ എക്സസൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ, കാലിന് മുട്ട് രണ്ടും മടക്കി വെച്ചിട്ട് നടുവിൻ്റെ ഭാഗം മെല്ലെ ഒന്ന് ഉയർത്തി കൊടുക്കുക. ഇതൊരു 5 seconds എങ്കിലും അല്ലെങ്കിൽ 3 to 5 seconds ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ സ്ലോ ആക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഈ മൂവ്മെൻറ്റ് ലോവർ ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു എക്സസൈസ് 1 to 10 repetitions വരെ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്, പേഷ്യൻ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് സ്ലോ ആയിട്ട് കാലിന് മുട്ട് മടക്കാതെ റേസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 seconds ഹോൾഡ് ചെയ്യുക. ഇതും ഒരു 1 to 10 repetitions വരെ പേഷ്യൻ്റ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നമ്മൾ റെസിസ്റ്റൻറ്റ് ബാൻഡ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന 2 എക്സസൈസുകളാണ്. മൂന്നാമത് നമുക്കൊരു റെസിസ്റ്റൻറ്റ് ബാൻഡിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ഒരു റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണിത്. നമ്മളൊരു തെറ ബാൻഡോ അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡോ യൂസ് ചെയ്തിട്ട് കാലിൻ്റെ ആംഗിൾ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പേഷ്യൻറ്റിനോട് കാല് മെല്ലെ സ്ലോ ആയിട്ട് പുറകിലേക്ക് വലിച്ചു കൊടുക്കാൻ പറയാം. ഇതൊരു 2-3 times പേഷ്യൻറ്റിനോട് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. മെല്ലെ സ്ട്രെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ഫ്ലെക്സ് ചെയ്തോളൂ. ഓക്കെ, ഇത് ബാൻഡിൻ്റെ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഹാംസ്ട്രിങ് സ്ട്രെങ്തനിങ് പോലെ നമുക്ക് ഇത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതും ഒരു 1 to 10 repetitions വരെ പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണിത്. പേഷ്യൻറ്റിനോട് കമിഴ്ന്ന് കിടന്നിട്ട് ഇതേപോലെ തന്നെ ആംഗിളിൽ ഒരു റെസിസ്റ്റൻറ്റ് ബാൻഡ് നമ്മൾ ക്രോസ് ചെയ്ത് കെട്ടിയിട്ട് മെല്ലെ പേഷ്യൻറ്റിനോട് കാലിന് മുട്ട് മടക്കാൻ പറയാം. ഒന്നുകൂടി ഒന്ന് നിവർത്തിക്കുക. ഓക്കെ, ഒന്നും കൂടി ഒന്ന് മടക്കിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സസൈസിലും ബാൻഡിൻ്റെ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും പേഷ്യൻ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാംസ്ട്രിങ്സ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഇതും ഒരു 1 to 10 repetitions വരെ പേഷ്യൻസിന് ചെയ്യാവുന്നതാണ്. ഇത്രയും എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നൊരു പേഷ്യൻറ്റിനെ നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അഡ്വൈസ് കൊണ്ട് മാത്രമേ നമ്മൾ ഇത് എക്സസൈസസ് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.